ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ ഓണക്കളി കളിക്കാൻ പോവുകയാണ്. ഗെയിമൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. കുറച്ച് ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളത് ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ വലിയവരെല്ലാവരും കൂടിയിട്ട് കസാരക്കളി കളിക്കാമെന്ന് വിചാരിച്ചു. ഓണത്തിന് ബെസ്റ്റാണല്ലോ. അപ്പോൾ അതിൽ ഞങ്ങൾ അമ്മായിമാർ, ഏട്ടത്തി, പിന്നെ ബാബിയാണ് കേട്ടോ. പിന്നെ ഉമ്മ ഒക്കെ കൂടി ഞങ്ങൾ കളിച്ച് ലാസ്റ്റ് ഗെയിം ഞങ്ങൾ ഷോർട്ടാക്കിയിട്ടാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് പേരൊക്കെ അതിൽ ഔട്ടായിപ്പോയി. ലാസ്റ്റ് ഉമ്മയും ഞാനും ബാബിയും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഉമ്മാനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഔട്ട് ചെയ്തു. പിന്നെ ഞാനും ഏട്ടത്തിയും കൂടി കളിച്ചു തുടങ്ങിയിട്ടാണ്. അങ്ങനെ കളിച്ചു. എല്ലാവരും കളിയാക്കുന്നുണ്ട് ആർക്കാണെങ്കിലും ജയിക്കാൻ പറ്റുകയെന്നൊക്കെ. ഞാനും പ്രതീക്ഷിച്ചില്ല എനിക്ക് കിട്ടുന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കളിച്ചു തുടങ്ങി. ഞാൻ ഇരിക്കാനൊക്കെ പോകുന്നുണ്ട്. എന്നെ കളിയാക്കുന്നുണ്ട് എല്ലാവരും ചേർന്നിട്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഒരിക്കൽ പോയി അവർ നിർത്തി. രണ്ടാമത് ഒരിക്കലാണ് നമുക്ക് സ്റ്റോപ്പ് പറയണതും ഓണമെന്ന് പറയണതൊക്കെ. അങ്ങനെ ഞങ്ങൾ കളിപ്പിച്ച് കുറേയൊക്കെ ലാസ്റ്റ് ഞാൻ തന്നെ വിന്നറായിട്ട് മാറി. അപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിട്ടാണ് ഫസ്റ്റത്തെ ഗെയിമിൽ എനിക്ക് തന്നെ കിട്ടിയപ്പോൾ. അങ്ങനെ പിന്നെ കുട്ടികളെ കസാര കളി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളെ കസാര കളിയിലും അതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കസാരകളൊക്കെ ഓരോന്നും ജയിച്ചവരോ ഔട്ടായവരനുസരിച്ച് കസാരകളൊക്കെ മാറ്റി ലാസ്റ്റ് അതിലും ഒരു വിന്നറിനെ നമ്മൾ തിരഞ്ഞെടുത്തു. അതിൽ വിന്നറായിട്ട് വന്നിട്ടുള്ളത് റനമോളായിരുന്നു കേട്ടോ. പക്ഷെ അവരെ കളി നല്ല രസമുണ്ടായിരുന്നു. പറയണ പോലെയൊന്നും ആയിരുന്നില്ല. കുറേ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ചിരിച്ച് മണ്ണ് കെപ്പിയിട്ടുണ്ട് കേട്ടോ. അവരെ കളിപ്പിക്കാനും ഒക്കെ ആയിരുന്നിട്ട് എന്ത് രസമായിരുന്നു. അങ്ങനെ വല്ലപ്പോഴും വെക്കേഷൻ എല്ലാവരും കൂടി കൂടുക. അപ്പോൾ അതൊരു രസം തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ എന്താ പറയുക അനുഭവിച്ചാലാണ് ഈ ഹാപ്പിനെസ്സൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഞങ്ങൾ ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ഞങ്ങൾ ഹാപ്പി ആയിരുന്നു ഇന്നലത്തെ ദിവസം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇടേണ്ട ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നലെ വീട്ടുകാരൊക്കെ ഉള്ള കാരണം കൊണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ അവരെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നലെ എഡിറ്റ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് എൻ്റെ ഗ്രൂപ്പിൽ കളിച്ചതും കുട്ടികളെ ഗ്രൂപ്പിൽ കളിച്ചതുമായിട്ടുള്ള വിന്നർ രണ്ടുപേരും കൂടി കളിക്കണം എന്ന് അവർ വാശി പിടിച്ചു. കാരണം ഉമ്മയും മോളാണല്ലോ അതിൽ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അവരൊന്ന് കളിക്കാൻ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൽ കളിച്ചു. അതിൽ എൻ്റെ മോളാണ് വിന്നറായത്. ഞാൻ തൂറ്റാപ്പി. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ സെക്കൻഡ് മേടിച്ച സന്തോഷത്തിൽ അടുത്ത ഗെയിമിലേക്ക് പോയി. അടുത്ത ഗെയിം നാരങ്ങ ടീസ്പൂണിൽ വെച്ചിട്ടുള്ള കളിയായിരുന്നു. അത് കുറേ ഫൗളായിട്ടൊക്കെ കളിച്ച് കുറേ ടൈം വേസ്റ്റ് ചെയ്തു. പിന്നെ അങ്ങനെ അതിൽ നമുക്ക് കളിച്ച് വന്നതിൽ റെനയ്ക്കും പിന്നെ അതുപോലെ കിട്ടിയതിൽ കിട്ടിയതിൽ പിന്നെ അതിൽ കിട്ടിയ റിഷാൻ ഔട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിലും ഒരു വിന്നറിനെ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നല്ല രസമായിരുന്നു കുട്ടികളുടെ കളി ചിരിയും. പിന്നെ വലിയവരും അതെ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ ഓണം നമ്മൾ ആഘോഷിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ വിന്നറെ പക്ഷേ ഇതിലിപ്പോൾ കളിക്കുന്നത് 2 ഏട്ടൻ്റെ മക്കളും പിന്നെ എൻ്റെ 2 മക്കളുണ്ടെന്ന് കളിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വിന്നറായിട്ട് കിട്ടിയത് ഫിദയാണോ നമുക്ക് കണ്ടു നോക്കാം കേട്ടോ ആർക്കാണ് അതിൽ കിട്ടുന്നതെന്നുള്ളത്. അതിൽ കിട്ടിയിട്ടുള്ള ഫിദയ്ക്കും പിന്നെ അർഷാദുരും ആയിരുന്നു കേട്ടോ അത് കിട്ടിയത് സമ്മാനം ടീസ്പൂൺ കളിയിൽ. പിന്നെ നമ്മൾ കുളം കര എന്നുള്ളൊരു കളിയുണ്ടല്ലോ. ചെറുപ്പത്തെ കളികളൊക്കെ ഞങ്ങൾക്ക് ഓർമ്മ വന്നു. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ചിരിച്ചിട്ടൊരു വഴിക്കായിട്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തന്നെ വട്ടം വരച്ച്. ചെറിയൊരു മഴയുള്ള കാരണം നമുക്ക് പുറത്തൊന്നും ഇറങ്ങി കളിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളുള്ള സ്ഥലത്ത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾ കളിക്കുമായിരുന്നു കേട്ടോ നടുവത്ത്. അപ്പോൾ ഞങ്ങൾ വട്ടം വരച്ച് ഞങ്ങൾ കളിച്ചു. അത് നല്ല രസമായിട്ടുള്ള കളി കുട്ടികളെ കളിയായിരുന്നു. അത് ഞങ്ങൾ ആദ്യം കൊടുത്തത്. അപ്പോൾ അവർ കളിച്ചിട്ട് കുറച്ച് പേര് വീഴാനൊക്കെ പോകുന്നുണ്ട്. നല്ല കളി രസമായിരുന്നു കേട്ടോ. കുളം കര എന്ന് പറയുന്നുണ്ട് ഒരാൾ. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ പാട്ട് വെച്ചിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പാട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവണില്ല. പിന്നെ ഞങ്ങൾ വേണ്ട കുളം കര എന്ന് തന്നെ പറയാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുളം കര എന്ന് പറഞ്ഞിട്ട് ഇതാക്കി. ഞങ്ങളെല്ലാവരുടെ ബഹളവും കൂടി കാരണമാണ് അതൊക്കെ എനിക്ക് ഈ വീഡിയോയിൽ ഇടാൻ പറ്റാതെ. ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരെ ബഹളം കാരണം ഒന്നും ശരിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഡബ് ചെയ്യാമെന്ന് വിചാരിച്ച ആ ഭാഗം. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ ഓണം ആഘോഷിച്ചു. കുട്ടികളുടെ ഗെയിമിൽ കളിച്ചതിൽ കിട്ടിയ വിന്നറായിട്ടുള്ളത് ചിക്കു ആയിരുന്നു കേട്ടോ. ചിക്കു എന്ന് വെച്ചാൽ എൻ്റെ മാമാടെ മോള് ആണ്. അപ്പോൾ അങ്ങനെ അവൾക്ക് കിട്ടി. പിന്നെ അടുത്ത് ഞങ്ങൾ കളിക്കാൻ തുടങ്ങുന്നത് നമ്മൾ സുന്ദരിക്ക് പൊട്ടുകുത്തുക എന്നുള്ളത്. അപ്പോൾ വാപ്പ തന്നെ മോളെ അവൾക്ക് നല്ല കുറുമ്പാണ്. അവൾക്ക് വിന്നറാവണമെന്നുള്ളത് നല്ല കുറുമ്പുണ്ടായിരുന്നു. അപ്പോൾ വാപ്പ പറഞ്ഞ് ഞാൻ തന്നെ കെട്ടിക്കൊടുക്കുക ഷാള്. അവൾക്ക് ഇത്തിരി കൂടുതലാണ്. അവൾ ഇടക്കനിട്ട് നോക്കും എന്നൊക്കെ പറഞ്ഞ് കറുപ്പ് ഷാളൊക്കെ ഇട്ട് അവളെ വട്ടം തിരിച്ചിട്ടാണ്ട് വിട്ടു കൊടുത്തിട്ടാണ്. എന്നാലും അവൾ കുഴപ്പമൊന്നുമില്ലാത്ത ലെവലിൽ തന്നെ പോയി. അവരൊരു കെട്ടുന്നതിൻ്റെ മുന്നിൽ അടയാളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോറ് തൊട്ടപ്പോൾ ഡോറിൻ്റെ അവിടേക്കല്ല. പിന്നെ ഞങ്ങൾ ആ ഫില്ലറും അവർ
എല്ലാവരും ഞാനടക്കം ആ ഫില്ലർമ തൊട്ടിട്ടാണ് ഫോട്ടോൻ്റെ അടുത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഫില്ലർമ പോയി തൊട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ എന്നിട്ട് വെച്ച് നോക്കി. അപ്പോൾ ഏകദേശം ആ ഗെയിമിൽ കറക്റ്റായി വന്നിട്ടുള്ളതും ഇതിൽ റനയുടേത് ഒരു വലിയ കുഴപ്പമില്ലാത്ത ലെവലിൽ അവൾ പൊട്ടുകുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ റിഷാൻ കളിച്ചിട്ടുണ്ടായിരുന്നു, അർഷാദ് കളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ബാബി കളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അമ്മായി കളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മാമാടെ മോള് ഷഹബാന കളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ചിക്കു കളിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ അതിലും കുറേ പേരൊക്കെ നമ്മൾ കളിച്ചു. നല്ല രസമുള്ളൊരു കളി കേട്ടോ. ഇതൊക്കെ ചെറുപ്പത്തിൽ കളിച്ചൊക്കെ ഫീൽ ചെയ്തു ഞങ്ങൾക്ക് കുറച്ച് നേരം കൊണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഞങ്ങൾ വലിയവരും കുട്ടികളും ഒക്കെ ഒരേ ഏജെന്ന പോലെ ഞങ്ങളവിടെ ഹാപ്പി ആയിട്ട് കളിച്ചിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവർ പറയാം ഇനിയും ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ വെക്കേഷനിലും കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് മക്കളെല്ലാവരും. അങ്ങനെ ഞങ്ങളെല്ലാവരും പൊട്ട് ഓരോരുത്തർ ഓരോ ഭാഗത്ത് കുത്തുന്നുണ്ട് കേട്ടോ. ഈ ചിത്രം വരച്ച ആൾക്ക് നിങ്ങൾ ക്രെഡിറ്റ് കൊടുക്കണം. നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ ഗായ്സ്. നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടികളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടോ? പിന്നെ അതുപോലെ തന്നെ ഓണക്കളി നിങ്ങൾക്ക് ഇഷ്ടമായതിനെ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക. അതുപോലെ പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പോൾ നമുക്കൊരു ഇതുണ്ടാവുള്ളൂ, സന്തോഷം ഉണ്ടാവുള്ളൂ. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. അപ്പോൾ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. കമൻറ്റ് അറിയിക്കണേ. അങ്ങനെ ഈ സുന്ദരിനെ വരച്ചതാരാണറിയോ? എൻ്റെ ഇക്കാടെ മോളാണ് കേട്ടോ. അതായത് എൻ്റെ ഇക്കാടെ ഏട്ടൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ബിനിക്കാടെ മോളാണ് ആ ചിത്രം വരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആര് ചിത്രം വരയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വരയ്ക്കാൻ തയ്യാറായിട്ടായിരുന്നു. അപ്പോൾ കൊച്ചുമ്മ ഞാൻ വരയ്ക്കും എന്ന് പറഞ്ഞ് അവൾ വല്ലാണ്ട് വാശി പിടിച്ചപ്പോൾ ഞാനും വിചാരിച്ചു അവളെ ചിത്രരചനയൊന്നും നമുക്ക് കാണാം. അങ്ങനെ കുഴപ്പമില്ലാത്ത മോള് വരച്ചത് എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഹെയറൊക്കെ കൊടുത്ത് അവൾക്ക് വരച്ചിട്ടൊന്നും മതിയായില്ല. പിന്നെ നമുക്ക് സമയമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ മതി മോളെ തല മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചിത്രമാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. അങ്ങനെ കൊടുന്ന് ഞങ്ങൾ ഓരോരോ ഐഡിയയിൽ ഇപ്പം ഈ ചെക്കന്മാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഈ നമ്മൾ അളന്ന് പേപ്പർ വെച്ചത് അവർ ആദ്യമേ കണ്ടിട്ടുണ്ടല്ലോ. കുറച്ച് നേരം ഗെയിം കണ്ടപ്പോൾ അതിലൊക്കെ അവർ കൈയൊക്കെ അളന്ന് പിടിച്ച് ആ ഒരു ലെവലിൽ ഇടാന്നുള്ളതിലാണ് അവർ കൊടുന്നത് കേട്ടോ. പക്ഷേ കുറച്ച് പേരൊന്നും കറക്റ്റായില്ല. അപ്പോൾ അതിൽ നമ്മൾ റിഷാൻ കളിച്ചപ്പോൾ റിഷാനിന് മനസ്സിലായില്ല. കിച്ചു കളിച്ചപ്പോൾ അവൻ എന്താ ചെയ്ത് കറക്റ്റായിട്ട് ഒട്ടിക്കാൻ നോക്കിയിട്ടാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് അവന് കണ്ണ് കാണുന്നുണ്ട്, പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ഇപ്പം കളിക്കുന്നത് അർഷാദാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് റിഷാൻ കളിക്കുമ്പോൾ ഇവരെന്ത് ചെയ്ത് ഈ പേപ്പർ മാറ്റി പിടിച്ച് വെച്ചു കേട്ടോ. ഇതിൻ്റെ ഏട്ടത്തിയാണ് കളിക്കുന്നത്, ബാബിട്ടാണ്. അപ്പോൾ ബാബിയൊക്കെ കളിക്കുന്നത് സൂപ്പറായി കളിക്കുന്നുണ്ട് എല്ലാവരും. ആരും എനിക്ക് കളിക്കാൻ പറ്റില്ല, മടിയാണ്, ഞാൻ കളിക്കില്ല, ഞാൻ ഗെയിമിനില്ല എന്നൊന്നും ആരും പറഞ്ഞില്ല. അതാണ് എനിക്ക് ഏറ്റവും ഇതിൽ പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ എടുത്തത് കേട്ടോ ഒരു കാര്യം. കാരണം എല്ലാവരും മനസ്സിലും ഒരു ഗെയിം കളിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുട്ടികളെ പോലെ നടക്കണമെന്ന് ആരാഗ്രഹിക്കാത്തതില്ലേ. അപ്പോൾ അതുപോലെ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു, എന്തൊരു ഹാപ്പി ആയിരുന്നു. എനിക്ക് എന്താ പറയുക, ഇനി ഞങ്ങളെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെയൊക്കെ കളിക്കണം എന്നൊക്കെ എനിക്ക് എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടാണ്. അപ്പം അങ്ങനെ ബാബി പറഞ്ഞ പോലെ ഐഡിയയിൽ തന്നെയാണ് അളവൊക്കെ എടുത്ത് നോക്കിയിട്ട് മെല്ലെ കുട്ടികളെ കുത്താൻ നോക്കിയത്. പക്ഷെ ഇത്തിരി പാളിപ്പോയിട്ടാണ്. അപ്പോൾ അതങ്ങനെ പോയി. പിന്നെ റിഷാൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വന്നത്, റിഷാൻ ഈ പറഞ്ഞ അളവെടുത്ത് നോക്കിയപ്പോൾ അവർ ഈ പേപ്പർ ആദ്യം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു വലതുവശത്തായിരുന്നു കേട്ടോ. ആ കലണ്ടറിൽ അതെടുത്തിട്ട് അവർ ഇടതുവശത്ത് വെച്ചു. ഇടതുവശത്ത് വെക്കുമ്പോഴും റിഷാൻ്റെ കണ്ണ് അഴിച്ച് കെട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് അതുപോലെ തന്നെ അവന് ഈ ഭാഗത്തേക്ക് വന്നിട്ട് വെച്ചപ്പോഴും കറക്റ്റ് ആ ലെവലിൽ സ്ലൈഡിൻ്റെ അളവ് നോക്കിയിട്ട് അവനും അത് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അളവെടുത്തിട്ട് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് അളവിൽ ഞങ്ങൾ ഇത്രയും പേര് കളിച്ചതിൽ കുറച്ചെങ്കിലും ശരിയായി വെച്ചിട്ടുള്ളത് റിഷാനായിരുന്നു കേട്ടോ. അപ്പോൾ റിഷാൻ്റെതാണ് കറക്റ്റായി വന്നപ്പോൾ അതിൽ വിന്നർ റിഷാനെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് കേട്ടോ. പിന്നെ കറക്റ്റായിട്ടൊന്നും ആർക്കും പൊട്ട് കുത്താൻ സാധിച്ചില്ല. എന്നിരുന്നാലും അതിൽ കുറച്ച് കറക്റ്റായി വന്നത് റിഷാൻ്റെ ആയിരുന്നു. അപ്പോൾ റിഷാന് കൊടുത്തു. അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് നമ്മൾ റെനയായിരുന്നു കേട്ടോ. അങ്ങനെ റെനയ്ക്കും കൊടുത്തു. അപ്പോൾ ഇവരൊക്കെ കളിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ കളിച്ചിട്ട് വെറുതെ ആക്കരുത്, ഞങ്ങൾക്ക് സമ്മാനം തരണം, ട്രോഫിയൊന്നും വേണ്ട, ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഐസ്ക്രീമും അടിച്ചു തരണം. അങ്ങനെ നിങ്ങളെല്ലാവരും കളിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം ഞാൻ ഇവിടെ കരുതി വെച്ചിട്ട് നിങ്ങൾക്ക് സമ്മാനം തരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ കളിച്ചവർക്ക് കൂടുതൽ സമ്മാനം തരും പറഞ്ഞപ്പോൾ എല്ലാവരും വലിയ ഇൻട്രസ്റ്റ്, സമ്മാനം കിട്ടുമല്ലോ അന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ അവർക്കത് ചെയ്തു കൊടുക്കാറുണ്ടെന്ന് അവർക്കറിയാം.
അപ്പോൾ അങ്ങനെ റിഷാനും ഇതേ അളവൊക്കെ എടുത്ത് വയ്ക്കാൻ പോയി ഫോട്ടോ വയ്ക്കാൻ പോയിട്ട് അപ്പോൾ അവരവിടെ നിന്ന് അതെടുത്ത് ഇപ്പുറത്തെ സൈഡിലോട്ട് വെച്ചു കേട്ടോ. പേപ്പർ ആദ്യം ഇരിക്കുന്നത് വലത് സൈഡായിരുന്നു. അങ്ങനെ റിഷാൻ്റെ കളിക്ക് ശേഷം നമ്മൾ വെച്ചിട്ടുള്ളത് ഇടത് സൈഡിലേക്ക് ആക്കിയിട്ടാണ്. അങ്ങനെ വെച്ചാൽ അവൻ എന്നാലും ബുദ്ധിക്ക് കളിച്ചു. കറക്റ്റായിട്ട് അളവെടുത്ത് നോക്കിയിട്ട് അവനുണ്ട് പൊട്ട് കുത്തി കൊടുത്തു. അങ്ങനെ ഞങ്ങളപ്പോഴത്തേനും ഓരോരുത്തർക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിശക്കുന്നുണ്ട്, അങ്ങനെയാണ് വയറ് കാലിന് ഇനി ഭക്ഷണം കഴിച്ചിട്ട് കളിക്കാന്നൊക്കെ കുട്ടികളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ഗെയിമിൻ്റെ ഹരം കൊണ്ട് ഞങ്ങൾ അങ്ങനെ കളിച്ചു പോയിട്ടാണ്. പിന്നെ ഈ ചിത്രം വരച്ച ആൾക്ക് നല്ല സമ്മാനം കൊടുക്കണം. ചിത്രം വരച്ചത് എൻ്റെ ഏട്ടൻ്റെ മോൾ ഫിദയായിരുന്നു കേട്ടോ. അപ്പോൾ ഫിദ മോള് എല്ലാവരും വരയ്ക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ലാസ്റ്റ് ഫിദ മോൾക്കാണ് വരയ്ക്കാനുള്ള ചാൻസ് ഞങ്ങൾ കൊടുത്തത്. ഫിദ അടിപൊളിയായിട്ട് എൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഇതിന് മുന്നേ ഞാൻ ചിലപ്പോൾ ഫിദ മോളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും വരച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു വെച്ചാൽ ആ കുട്ടി വരച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം കൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ കാരണം കൊണ്ട് നമ്മൾ പറഞ്ഞ വോയിസ് ചിലപ്പോൾ വീണ്ടും തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സോറി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് അതൊക്കെ സാബിറമ്മായിന് ഇതുപോലെ തട്ടിയിട്ട് വിടുന്നുണ്ട്. റെനിയാണ് അത് കെട്ടി കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴേക്ക് ഇക്കാക്കൊരു ആരുതൊക്കെ ഒരു കോള് വന്നിട്ട് ഇക്ക വാടക പോയി. അപ്പോൾ നമ്മൾ വാടക നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വാടകയ്ക്ക് പോയി. അപ്പോൾ ഞങ്ങൾ മാത്രമായിരുന്നു ഗെയിം കളിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഗെയിമൊക്കെ കളിക്കാൻ തുടങ്ങി. വീണ്ടും സാബിയമ്മനെ കൊണ്ട് കളിപ്പിച്ചു. സാബിയമ്മായി വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് സുന്ദരിക്ക് പൊട്ടിൻ്റെ പകരം മൂക്ക് കുത്തി കൊടുത്തിട്ട് പോയിട്ടാണ്. അപ്പോൾ എന്നാലും എല്ലാവരും പൊട്ട് കുത്തിയാൽ ശരിയാവില്ല, മൂക്കും വേണ്ട സുന്ദരിക്ക് എന്ന് വിചാരിച്ചിട്ട് മൂക്ക് കുത്തി കൊടുത്തിട്ട് പോയി സാബിയമ്മായി. അങ്ങനെ ഇവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കാലത്ത് തന്നെ സദ്യയുടെ പണികളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സദ്യ 15 കൂട്ടം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കറികൾ. പിന്നെ അതുപോലെ തന്നെ പായസം 2 കൂട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ സദ്യ കഴിക്കാൻ മക്കളെ എന്നൊക്കെ പറഞ്ഞ് അവരാണ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. സമ്മാനം കിട്ടണമെങ്കിൽ ഗെയിം കളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കളിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞേ പൊട്ടാണ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ പൊട്ടൊക്കെ ഞങ്ങൾ മേടിച്ച് വെക്കാൻ മറന്നു. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്നാണ് ഞാൻ പൊട്ട് വാങ്ങിയിട്ട് വെച്ചത്. കളി തുടങ്ങിയത് കഴിഞ്ഞപ്പോൾ ഞങ്ങളതിൽ നിന്ന് പൊട്ടൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് പൊട്ടിൻ്റെ സ്ഥാനത്ത് നമുക്ക് പൊട്ട് പോലൊരു വട്ടമിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പേനയെടുത്ത് കൈ പിടിച്ചു. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കാണാം കുറച്ച് പേര് പൊട്ട് കൊണ്ടുപോലെ പോകുന്നതും കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പേനയായിട്ട് പോകുന്നതും കാണാം. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടും അത് വ്യക്തമായിട്ട് തന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പേന കൊണ്ടും ചെറുതായിട്ട് ഞങ്ങൾ വട്ടിട്ട് കൊടുത്തിട്ടാണ് പിന്നീട് അങ്ങനെ ഞാനും തപ്പി കൊടുന്നതൊരു കുത്ത. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഗെയിമൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കളിച്ച് മഴയും കുറേ നേരം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഓണക്കളി തകർത്താടിയപ്പോഴേക്കും ഞങ്ങൾ അടുത്തുള്ള എല്ലാവരും പറയേണ്ട എല്ലാ പ്രാവശ്യം ഇതുപോലെ കളിക്കണം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഗെയിം കളിയൊക്കെ അവസാനിപ്പിച്ച് സുന്ദരി പൊട്ട് ഓരോരുത്തരും എഴുതിയവരുടെ പേരൊക്കെ ഞങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ സുന്ദരി പേടിച്ച് നിൽക്കണ പോലെയുണ്ട്. കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു, സുന്ദരിയായിരുന്നു. പൊട്ട് കുത്തിയിട്ട് അതിനെ പേടിപ്പിച്ച പോലെ ആക്കി വെച്ച എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അടുത്ത് ഞങ്ങൾ വെള്ളം കുടി മത്സരം കൂടി ഉണ്ടായിരുന്നു. ഞാൻ സോറി പറയാൻ മറന്നു. അപ്പോൾ വെള്ളം കുടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 വലിയ ബോട്ടിൽ നമ്മൾ 7-അപ്പിൻ്റെ വലിയ ബോട്ടിൽ 2 ലിറ്ററിൻ്റെ ആ ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് ഗ്ലാസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എത്ര ഗ്ലാസ്സാണോ ഒരാൾ കുടിക്കുന്നത് കൂടുതൽ കുടിക്കുന്നവരാണ് വിന്നർ കേട്ടോ. അപ്പോൾ അങ്ങനെ റിഷാനും ഹർഷാദും കൂടിയിട്ട് കുടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ശരി ഡേഞ്ചറുള്ള ഗെയിം തന്നെയായിരുന്നു. കാരണം അവർക്ക് വെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കര ക്ഷീണമായി. കുറേ അധികം വെള്ളം കുടിച്ചിട്ടുണ്ട് 2 പേരും. കട്ടയ്ക്ക് നിന്ന് കുടിച്ചു. 2 പേരും പുലികളാണ്. ഇവനും വിട്ടുകൊടുക്കില്ല, അവനെയും വിട്ടുകൊടുക്കില്ല. ലാസ്റ്റ് വെള്ളം കുടിച്ച് കഴിഞ്ഞ് മതിയായപ്പോഴും റിഷാന് വയ്യ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തി. കാരണം അവനിക്ക് പറ്റണില്ല. കാര്യം നമുക്ക് ആയാലും പറ്റില്ല കേട്ടോ. അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ വെള്ളം കുടിച്ച് തീർക്കാൻ. അപ്പോൾ അതിൽ വിന്നറായത് ഹർഷാദായിരുന്നു. റിഷാൻ സ്റ്റോപ്പ് ചെയ്ത് പറ്റണില്ല എന്ന് പറഞ്ഞ് ആ 2 പേരും കൂടി കുടി കഴിഞ്ഞത് മുറ്റത്തേക്ക് ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. അവർ പോയി ഛർദ്ദിക്കും ഉപ്പൊക്കെ ചെയ്യുന്നുണ്ട്, തളർന്ന്. അപ്പോൾ അവർ പറയേണ്ടത് ഈ ഗെയിം വേണ്ട കേട്ടോ, അത് ഡേഞ്ചറാണെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങളോട്. അപ്പോൾ ഞങ്ങൾ മറ്റുള്ളവർ പറഞ്ഞാൽ അത് വേണ്ട, പറ്റില്ല, ഞങ്ങൾക്കും അത് തന്നെ വേണമെന്ന് പെൺകുട്ടികളൊക്കെ വാശി പിടിച്ചിട്ട്. അപ്പോൾ എന്നാൽ ആയിക്കോട്ടെ ദിവസം ഞങ്ങൾ വലിയവരും കുട്ടികളൊക്കെ ആ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല. ഞങ്ങൾ കുറച്ചൊക്കെ വീഡിയോ ഇതിൽ കുറച്ച് വെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് അടുത്ത് നമ്മൾ അർഷാദ് വിന്നറായി, അവന് ഹാപ്പി ആയി. അപ്പോൾ അത് കഴിഞ്ഞ് അർഷാദിനോട് പറഞ്ഞാൽ ക്ലാസ് മുഴുവൻ കുടിക്കാൻ എന്നാലേ വിന്നറാവുള്ളൂ. അങ്ങനെ അവനൊരു 3 ഗ്ലാസ് 4 ഗ്ലാസോളം കുടിക്കുന്നുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞ് പോണ്ട് മുറ്റത്തേക്ക് പോകുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഛർദ്ദിക്കാൻ വന്നിട്ട് ഓടുകയാണ്. ഭാവി പിന്നാലെ ഓടുന്നുണ്ട്. നമ്മളിവിടെ ഗെയിം വീണ്ടും അടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അവർ ഛർദ്ദിച്ചിട്ട് വരുമ്പോഴത്തേന് നമുക്ക് ഫിദയും റനയും കൂടി വെള്ളം കുടിക്കുക, ഇടത്തെ അനിയത്തിയും കൂടി വെള്ളം കുടിക്കാൻ നിൽക്കുന്നുണ്ട്. അതിൽ വിന്നറാണ്. റനെ കൊണ്ട് വെള്ളം കുടിക്കാൻ സാധിച്ചില്ല കേട്ടോ. റന 2 ഗ്ലാസ് കുടിക്കുമ്പോൾ റന ഔട്ടായി. റനയ്ക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഫിദ മോള് കുടിച്ചു. അങ്ങനെ ഫിദ വെള്ളം കുടിച്ച് അവൾ കുഴപ്പമില്ലാതെ ലെവലിൽ കുടിച്ചു കൂട്ടാ. അങ്ങനെ ഒരു കട്ടയ്ക്ക് തന്നെയാണ് നിന്ന് കുടിക്കുന്നത് കേട്ടോ, 2 പേരും കൂടി നിന്നിട്ട്. പറയാൻ തോറ്റു കൊടുക്കില്ല പറഞ്ഞിട്ട് ആദ്യമൊക്കെ കുടിച്ച് നോക്കുന്നുണ്ട്. മോളെ നടക്കില്ല തന്നെ. ഫിദയും പറഞ്ഞു ഞാനൊരു പൊടിക്ക് വിടില്ല, ഒഴിച്ചുമ്പോൾ ഞാനും കുടിക്കും. നല്ലമ്മയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ബാബിയാണ് അവർക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന ആൾ. അപ്പോൾ 2 പേർക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 പേരതാ കുടിച്ച് കഴിഞ്ഞ് ഇതാ തളർന്നു. റനയുടെ മുഖമൊക്കെ പോയി തുടങ്ങി. റന പറഞ്ഞു പറ്റുന്നില്ല കേട്ടോ എനിക്കിന്ന്. അപ്പോൾ അവിടെ എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ. റന മിഠായോ അല്ലെങ്കിൽ ഐസ്ക്രീമോ വല്ല കോഴിക്കാല് പൊരിച്ചതൊക്കെയാണെങ്കിൽ റന ഫസ്റ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അവിടെ കമൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര്. അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് അടുത്തത് റിയയും ചിക്കുവും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ, പാത്തും. അങ്ങനെ പാത്തും ചിക്കുവും കൂടി വന്നു. പാത്തു ഈ പറഞ്ഞ പോലെ തന്നെ 2 ഗ്ലാസ് കുടിക്കുമ്പോഴേക്കും പാത്തുവിന് പറ്റണില്ല. അതിൽ നമ്മൾ ചിക്കു വിന്നറായിട്ടാണ്. അപ്പോൾ ചിക്കുവിനാണ് ഫസ്റ്റ് അതിൽ അടിച്ചത്. റിയ 2 ഗ്ലാസ് കുടിക്കുമ്പോൾ പിന്നെ ഈ വെള്ളം കുടിച്ചവരെല്ലാവരും പോകുന്നുണ്ട് മുറ്റത്തേക്ക്. എനിക്ക് പറ്റുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര ശ്വാസം മുട്ട് പോലെയും ചുമ പോലെയൊക്കെ വരണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റയടിക്ക് കുടിക്കല്ലേ. നമ്മൾ സമയം കൊടുത്തിട്ടുണ്ട്, ആ സമയത്തിനുള്ളിൽ കുടിച്ച് കഴിയണം. അപ്പോൾ അതുകൊണ്ട് പറ്റില്ല. പിന്നെ അങ്ങനെ നമ്മൾ വന്നപ്പോൾ ഷാജിയമ്മായും ബാബിയും കൂടി വന്നു. ഞങ്ങളൊന്ന് കുടിച്ച് നോക്കട്ടെ എന്ന് അറിയേണ്ടിയിട്ട് അവർ. അപ്പോൾ അവർ കുടിച്ച് നോക്കി. അപ്പോൾ അതിൽ വിന്നറായി വരുന്നത് ഭാവിക്ക് തീരെ പറ്റില്ല. ഭാവി 1 ഗ്ലാസ് 2 ഗ്ലാസ് കുടിക്കുമ്പോഴേക്കും ഭാവിനെ കൊണ്ട് പറ്റാം. 1 ഗ്ലാസ് തന്നെ കുടിച്ചപ്പോൾ പാവം മൂപ്പരാൾ മതിയാക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഷാജിയമ്മായി പിന്നെ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഷാജിയമ്മായി കുടിച്ചു. അപ്പോൾ മൂപ്പരാളിൽ വിന്നറായിട്ടാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് തിരുവാതിര കളിയൊക്കെ കളിച്ചു, കുറേ ബ്രേക്ക് ഡാൻസ് കളിച്ചു, കുറേ ഒപ്പന കളിച്ചു. അതൊക്കെ ഞങ്ങൾ കളി കഴിഞ്ഞ് ലാസ്റ്റ് സമ്മാനം കൊടുക്കാനുള്ള പുറപ്പാടിലായിട്ട്. അപ്പോൾ സമ്മാനത്തിൻ്റെ കവർ അയച്ചു. ട്രോഫിയോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് മിഠായികളൊക്കെയാണ് നമ്മൾ സമ്മാനമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി ഓരോരുത്തർക്ക് കണക്കാക്കി വെച്ചു. അപ്പോൾ നമ്മളതിൽ ഉമ്മാനെ കൊണ്ട് എല്ലാവർക്കും സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞു. ഉമ്മാനെ അവിടെ നമ്മൾ സ്റ്റക്കായി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഉമ്മാനെ. അപ്പോൾ ഹർഷാദാണ് കിട്ടിയവരോരോരുത്തരുടെ പേരും വായിക്കുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് തകർത്തിട്ടാണ് ഞങ്ങൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഡബ്ബയും ഒന്നും കേൾക്കാതെയാണ്. അപ്പോൾ ഹർഷാദ് ഓരോരുത്തരുടെ പേര് വാങ്ങിച്ചു. ഫസ്റ്റ് വിന്നറായി കസാര കളിക്ക് റംലാക്ക് കിട്ടി. അപ്പോൾ എൻ്റെ പേര് വായിച്ചു, എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ താങ്ക്സ് പറഞ്ഞ് മേടിക്കുന്നുണ്ട്. അങ്ങനെ പാത്തുവിന് സമ്മാനം കിട്ടി, ഹർഷാദിന് സമ്മാനം കിട്ടി, പിന്നെ റനയ്ക്ക് സമ്മാനം കിട്ടി. അതിലിടയ്ക്ക് റന ഒന്ന് സമ്മാനം കൊടുക്കുന്ന ടൈമിലൊന്ന് കുട്ടികൾ തല്ലൂടി തെറ്റിയിട്ട് മാറി നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സമ്മാനം ഞാൻ തന്നെ മേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കുവിന് കിട്ടി. എല്ലാവർക്കും സമ്മാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഗെയിം കണ്ടുകൊണ്ടിരുന്നവർക്കും വേണം ക്ഷമ. കാരണം അവരൊരുപാട് ചിരിച്ചിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ നമ്മൾ വെറുതെ വിട്ടിട്ടില്ല. എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം കൊടുത്തു. ഷാജിയമ്മായി സമ്മാനം മേടിക്കാൻ വരികയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമായിരുന്നു മക്കളെ. ചിരിച്ചിട്ട് ഒരുപാട് ഞങ്ങൾ ചിരിച്ചു കേട്ടോ. നമ്മൾ ഈ ഡബ് ചെയ്യുന്ന പോലെയൊന്നുമല്ല, ശരിക്കും അത് തന്നെ ഞങ്ങൾ എടുത്തിടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കൂടി ബഹളം പാട്ടും ഞങ്ങളെ വർത്താനമൊക്കെ കൂടിയായിട്ട് ആകെ ബഹളമയമായ കാരണം ഞാൻ അത് വേണ്ടാന്ന് വെച്ചാൽ ഡബ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഡബ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സൂപ്പറായിരുന്നു അത് തന്നെയായിരുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ആ സമ്മാനങ്ങളൊക്കെ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉമ്മതിനനുസരിച്ച് കൊണ്ട് പറയാൻ പിണക്കൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. പിണങ്ങി കിടന്ന ആളാണ്, എങ്കിലും അവൾക്ക് അതിനുള്ളിൽ കിടക്കുമ്പോൾ ഒരു സമാധാനമില്ല. ഇവിടെ എന്താണ് കൊടുക്കുന്നത്, എനിക്ക് കിട്ടാതെ ആവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾക്കൊരു സമാധാനം ഇല്ലാണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളും ഒരു സമ്മാനമൊക്കെ അതിൻ്റെ കരഞ്ഞ് കൊടുക്കുന്നുണ്ട് അവൾക്കും. അവൾ മേടിച്ച് തെറ്റിപ്പോണ്ട്, വീഡിയോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, പിണങ്ങി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളും സമ്മാനം മേടിച്ചു, ഫിദക്കുട്ടി സമ്മാനം മേടിച്ചു. അപ്പോഴും നമ്മളെ വീട്ടുകാരെത്തിയിട്ടില്ല കേട്ടോ, ഡ്രൈവർ എത്തിയിട്ടില്ല. ഡ്രൈവർ വാടകയെ വിളിച്ചിട്ട് പോയിട്ട് വന്നിട്ടില്ല. അപ്പം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഗെയിമൊക്കെ കഴിഞ്ഞോട്ടെ, നമുക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കാം, അപ്പോൾ സമ്മാനമൊക്കെ തന്നെ വെയിറ്റ് ചെയ്യുന്നു വേണ്ട, നിങ്ങൾ തന്നെ കൊടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതൊക്കെ കൊടുത്ത് സമ്മാനമൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള പുറപ്പാടിലായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും സമ്മാന വിതരണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പിയായി. ലാസ്റ്റ് പ്രോത്സാഹന സമ്മാനം കൊടുത്തു. ബാക്കി കുറച്ച് മിഠായി ഉണ്ടായിരുന്നൊക്കെ ഉമ്മ മെല്ലെ കയ്യിൽ പിടിച്ചിട്ട് ഉമ്മ അത് മാറ്റി വെച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുന്ന രസമായിരുന്നു. നമ്മളൊക്കെ ചിരിച്ച് ഒരുപാട് മയങ്ങി പോയിട്ടാ. അങ്ങനെ ഗായ്സ് ഞങ്ങൾ അടുത്ത് ഫുഡ് കഴിക്കാനുള്ളതിൽ ഞങ്ങൾ പുറപ്പാടിലായിരുന്നു. ഫുഡൊക്കെ എടുത്ത് വയ്ക്കാനുള്ള തിരക്കായി.
കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വാശി പിടിക്കാനൊക്കെ തുടങ്ങി വിശന്നൊരു വിധമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ ഇലയൊക്കെ സെറ്റ് ചെയ്തു. ഞങ്ങളതങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുന്നു കേട്ടോ. ഞങ്ങളുടെ ഫുഡിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 കൂട്ടം കറിയും പാൽപ്പായസവും പിന്നെ പരിപ്പ് പായസമൊക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ച് സദ്യയൊക്കെ കഴിച്ചു ഗായ്സ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം ഞങ്ങൾക്ക് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ഓണത്തിന് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഞങ്ങളെ കുറിച്ചിട്ട് കമൻറ്റുകളൊക്കെ അറിയിക്കണം കേട്ടോ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് തളർന്നിരിക്കുന്നവരും സമ്മാനമായി ക്ഷീണിച്ചിരിക്കുന്നവരും സമ്മാനം കിട്ടി അപ്പം തന്നെ തിന്നുന്നവരും ഒക്കെ ഉണ്ട് വീഡിയോയിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ കഴിച്ചു കൂട്ടി മക്കളെ. അപ്പോൾ അങ്ങനെ റിഷാനും സമ്മാനം കിട്ടിയിട്ടുണ്ട്. സുന്ദരിക്ക് പൊട്ട് തൊടല്, പിന്നെ അതുപോലെ വേറൊരു ഗെയിമിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ സമ്മാനം വീഡിയോ എടുക്കുന്നത് അവനായ കാരണം കൊണ്ട് ഉമ്മ സമ്മാനം മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനാണ് അവൻ്റെ സമ്മാനം മേടിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇലയിട്ട് മക്കളെ എല്ലാവരും കൂടി ഞങ്ങൾ വട്ടത്തിലിരുന്ന് നല്ല രസത്തിൽ ഭക്ഷണം കഴിച്ചു. അപ്പോൾ കറികളൊക്കെ കണ്ടിട്ട് എല്ലാവരും ബോധം കെട്ടിട്ടു. നല്ലോണം കറികളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ കൊച്ചുമ്മ, സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഏത് കറിയാണ് കഴിക്കേണ്ടത് അതൊക്കെ കണ്ടിട്ട് കൊണ്ടാട്ടം ഉണ്ടായിരുന്നു. അതുപോലെ മോരുണ്ടായിരുന്നു, കിച്ചടി പച്ചടി, അവിയൽ, തോരൻ, കാളൻ, പിന്നെ സാമ്പാർ, പപ്പടം, പഴം പുഴുങ്ങിയത്, പിന്നെ ഇഞ്ചിമ്പുളി, അങ്ങനെ ഒരുപാട് തരം കറി ഉണ്ടായിരുന്നു കേട്ടോ. രസമായിരുന്നു. അപ്പോൾ ഇക്കൊക്കെ പറയുന്നുണ്ട് സൂപ്പറായി. ഞങ്ങൾ ആദ്യം സദ്യ മേടിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അത് വേണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഉമ്മയും ഞാനും ഇക്കൊക്കെ ഇന്ന് കഴിക്കിയിട്ട് പിന്നെ വിട്ടുപോയി പറയാം, മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു. എല്ലാവർക്കും മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ ഞങ്ങൾ വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.